നമുക്ക് ഇതിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അവസാനിപ്പിച്ചോളൂ. ഞാൻ വെച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാ പറഞ്ഞില്ല, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ പോലെ ഉണ്ട്, കാണുമ്പോൾ തോന്നുന്നുണ്ട്. 3 tan ഇൻവേഴ്സ് 3a² x / a³ - 3a(x²). ഭയങ്കര പോലെ ഉണ്ടല്ലോ. നോക്കി നോക്കാം. a > 0, x ലൈസ് ബിറ്റ്വീൻ -a/√3 ആൻഡ് +a/√3. അതായത് എക്സ് ലൈ ചെയ്യുന്നത് -a/√3 പിന്നെന്താണ് a/√3 എന്നുള്ള ആ ഒരു ഇൻ്റർവെല്ല ഇല്ലത്. ഇത് തന്നെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇവിടെ 3 അതായത് എന്തോ tan 3θ എന്തോ ഒരു കളി ഉണ്ട്, tan 3x എന്തോ ഒരു കളി ഇവിടെ നടക്കുന്നുണ്ട്. ട്രിപ്പിൾ ആംഗിൾ ഫോർമുല. ദ ആംഗിൾ ഓഫ് ഗിവൺ ഫംഗ്ഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഓഫ് tan 3θ. tan 3θ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈ പുട്ടിങ് x = a tan θ. ഈ എക്സിന് എന്ത് കൊടുക്കുക, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമ്മൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കല്ലോ. ഇവിടെ a tan θ കൊടുത്ത്, സോ ദാറ്റ് വി കൻ യൂസ് ദ ഐഡൻറ്റിറ്റി tan ഇൻവേഴ്സ് tan. അപ്പോൾ എന്ത് വരും, ഇതൊരു tan ഇൻവേഴ്സ് tan 3θ വന്നിട്ട് ലാസ്റ്റ് എന്താ ആൻസർ കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് നമുക്ക് 3θ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും നമുക്ക് തോന്നും. നമുക്ക് അതിൽ നോക്കി നോക്കാം. വേറെ tan 3θ വാല്യൂ എന്ന് പറയുന്നത് 3 tan θ ഡിവൈഡഡ് ബൈ 1 - 3 tan θ. നമുക്കെല്ലാം ചെയ്ത് നോക്കാം. ലെറ്റ് x = a tan θ. ഈ എന് താഴെ എടുക്കുക. x/a = tan θ. tan θക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി x/a. അപ്പോൾ ഇതൊന്ന് തീറ്റ എന്താ, ഇതിൻ്റെ ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുമ്പോൾ tan ഇൻവേഴ്സ് x/a. ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വെറുതെ കണ്ടുപിടിച്ചതാ ഇപ്പം തന്നെ. ഇപ്പോൾ tan ഇൻവേഴ്സ് 3a² x - x³ ഡിവൈഡഡ് ബൈ a³ - 3ax² tan ഇൻവേഴ്സ് എന്താണ് 3a² ഈ എക്സിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, a tan θ മൈനസ് എക്സിന് പകരം a tan θ അതിൻ്റെ ഹോൾ ക്യൂബ്, a tan θ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ a³ - 3a ഇൻറ്റു എന്താണ് x² എന്ന് പറയുമ്പോൾ x എന്ന് പറയുമ്പോൾ a tan θ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, tan ഇൻവേഴ്സ് എന്താണ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഇവരുടെ ഒരു സ്റ്റെപ്പ് മുക്കിക്കളഞ്ഞ പോലെ. നമുക്ക് ഇതിലൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 3 ഇൻറ്റു എന്താണ് a² × a എന്ന് പറയുമ്പോൾ a³, 3a³ tan θ മൈനസ് ഇതിൻ്റെ എന്താണ് ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ a³ എന്താണ് tan³ θ. ഇതിലൊരു a³ കോമൺ ആയിട്ടുണ്ടല്ല, a³ പുറത്തെടുക്കുക. a³ ഇൻറ്റു ഇവിടെ എന്താ ബാക്കിയുള്ളത് 3 tan θ മൈനസ് ഇവിടെ എന്താ ബാക്കിയുള്ളത് tan -tan³ θ. അതാണല്ലോ ബാക്കി. അതാ ഇവിടെ എഴുതില്ല. a³ ഇൻറ്റു 3 tan θ - tan³ θ ഡിവൈഡഡ് ബൈ a³ എന്താണ് ഇവിടെ ഇതിനെങ്ങനെ ചെയ്യുക, ഈ tan² θ ഇതെന്നാ ഇവിടെ എഴുതാം a tan θ ഹോൾ സ്ക്വയർ. അതിന് ചെയ്യുന്ന സമയത്ത് a² tan² θ എന്നുണ്ടാവും. അതേപോലെ എന്താണ് a³ മൈനസ് എന്താണ്, അപ്പോൾ ഇവിടെ ഒരു 3a ഉണ്ടല്ലോ, പിന്നെ എന്താ 3a ഇൻറ്റു a² tan² θ. അപ്പോൾ എന്ത് വരും, ഈ 3 അവിടെ തന്നെ എടുക്കട്ടെ. a ഇൻറ്റു a എന്ന് പറയുമ്പോൾ a³, 3a³ tan² θ. പിന്നെ എന്തിട്ടും a³ മൈനസിലുള്ളത്. ഇതൊന്നും എന്ത് ചെയ്യും, ഒരു a³ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ a³ ഇൻറ്റു 1 മൈനസ് എന്താണ് 3 tan² θ. നമ്മളെ ഫോർമാറ്റ് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ എന്താ അത് അവർ എഴുതിയിട്ട് a³ ഇൻറ്റു 1 മൈനസ് 3 tan² θ. ഇത് കണ്ടത് 3 tan θ മൈനസ് tan³ θ പിന്നെ 1 മൈനസ് 3 tan² θ ഏകദേശം tan 3θ ഫോർമുല ആയില്ല. ഇതൊന്ന് a³ ക്യാൻസൽ ചെയ്യുക, കാരണം ഇത് കോൺസ്റ്റൻ്റ് ആണ്. എന്തായാലും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് കട്ടാവേണ്ടതായിരുന്നു, അതെന്തായാലും ഇപ്പം കട്ടായിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത് 3 tan θ മൈനസ് tan³ θ ഡിവൈഡഡ് ബൈ തീറ്റ എന്നല്ല എനിക്ക് മര്യാദ വായിക്കാൻ പറ്റുന്നില്ല 1 മൈനസ് 3 tan² θ. അപ്പോൾ ഇത് ഏതിൻ്റെ ആക്ച്വലി എക്സ്പ്രഷനാണ്, tan 3θ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ടും ക്യാൻസൽ. അപ്പോൾ എന്താ 3θ മാത്രം ബാക്കിയായി. അപ്പോൾ എന്ത് ചെയ്യുക, ഈ തീറ്റക്ക് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ല, θ = tan ഇൻവേഴ്സ് x/a. അപ്പോൾ 3 ഇൻറ്റു തീറ്റന് പകരം tan ഇൻവേഴ്സ് x/a. 3 ഇൻറ്റു tan ഇൻവേഴ്സ് x/a ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഈ സാധനം ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുക. എളുപ്പത്തിൽ എന്താണ് LKG ലെവൽ പ്രോബ്ലമാണ്, ഇത് ഭയങ്കര സംഭവം ഒന്നുമല്ല. പക്ഷേ എന്താ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചൊരു പ്രയാസമായിട്ട് തോന്നാം. കാരണം എന്താ, ഇതെല്ലാം +1 മാത്തമാറ്റിക്സ്. ഇതൊന്നും നിങ്ങൾ മര്യാദക്കാടെ പഠിച്ചിട്ടില്ലെങ്കിൽ tan 3θ നമ്മൾ എക്സാമിന് വരില്ല എന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ, ആടെ വന്നിട്ടില്ലെങ്കിൽ അവിടുത്തെ എക്സാമിന് നിങ്ങൾ ഇത് കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. എന്താ അവിടെ അത് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഇവിടെയും ചോദിച്ചുകൂടാന്നൊന്നുമില്ല, ഇവിടെയെല്ലാം ചോദിക്കാം. അതായത് +1 വന്നിട്ടില്ല, ബട്ട് +2 എന്ന് പറയുന്നൊരു സാധനം ബാക്കിയുണ്ട്. പബ്ലിക് എക്സാം വരുന്നുണ്ട് മാർച്ചിൽ, ഓർമ്മിച്ചോളൂ. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, ഈ ക്വസ്റ്റ്യൻ മര്യാദ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ദിസ് ഇസ് ഹൗ വി സിംപ്ലിഫൈ എന്താണ് ഇൻ ടു ദ സിംപ്ലസ്റ്റ് ഫോം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതോടുകൂടിയിട്ട് എന്ത് ചെയ്ത് നമ്മളെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എന്താണ് നമുക്കിനി വേറൊരു പാഠമായിട്ട് ഇനി കാണാം.